ഭാര്യമാർക്ക് മുന്നിൽ ഭർത്താവ് പ്രസിഡന്റ് ആയാലും കൂലിപ്പണിക്കാരനായാലും ഒരുപോലെയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുഖത്ത് വന്ന് വീഴുന്ന കൈകളാണ് ഈ ചർച്ചകൾക്ക് ആധാരം. വിയറ്റ്നാമിലെ ഹനോയയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുഖത്ത് ഭാര്യ ബ്രിജിറ്റ് മാക്രോണിന്റെ കൈകൾ വീഴുന്നത്. വിമാനത്തിന്റെ വാതിലുകൾ തുറന്നതിന് പിന്നാലെ പ്രസിഡന്റിന്റെ മുഖത്ത് ഭാര്യ ബ്രിജിറ്റ് തല്ലുകയായിരുന്നു. അടികൊണ്ട മാക്രോൺ ഞെട്ടലോടെ മുഖം തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ പിന്നീട് ഭാവവ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അദ്ദേഹം ക്യാമറയ്ക്ക് നേരെ കൈവീശുകയും ചെയ്യുന്നുണ്ട്. ബ്രിജിറ്റ് മാക്രോണും തമ്മിൽ വഴക്കുണ്ടായി. ഇതേ തുടർന്ന് അവർ പ്രസിഡന്റിന്റെ മുഖത്തടിച്ചു എന്ന രീതിയിലായിരുന്നു ദൃശ്യങ്ങൾ പ്രചരിച്ചത്. എന്നാൽ വിഷയത്തിൽ പ്രതികരണവുമായി ഇമ്മാനുവൽ മാക്രോണും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ എലിസി കൊട്ടാരവും രംഗത്തെത്തി. ഇരുവരും തമ്മിൽ നടന്നത് തർക്കമായിരുന്നില്ല എന്നും സ്നേഹപ്രകടനമായിരുന്നുവെന്നുമാണ് എലിസി കൊട്ടാരം നൽകുന്ന വിശദീകരണം. ആ നിമിഷം തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്നാണ് മാക്രോൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. താനും ഭാര്യയും തമ്മിൽ തമാശ പറയുകയായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഫ്രഞ്ച് പ്രസിഡന്റും ഭാര്യയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. 2007 ബ്രിജിറ്റിനെ മാക്രോൺ വിവാഹം ചെയ്തത്. അദ്ദേഹം പഠിച്ചിരുന്ന ഹൈസ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ബ്രിജിറ്റ്. പിന്നാലെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത്. ആ സമയത്ത് ബ്രിജിറ്റിന് 39 വയസ്സും മാക്രോണിന് 15 വയസ്സുമായിരുന്നു പ്രായം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2007 ഇരുവരും വിവാഹിതരായത്.